ഞങ്ങൾ റിച്ച് ആയി ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു വിച്ചുവേഴ്സ്. ഗൈസ് രാവിലെ 7:30 ആയിട്ടുള്ളു. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഒരു കല്യാണ വർക്കാണ് കിട്ടിയേക്കണേ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിന് പോകാൻ വേണ്ടി ഇരിക്കണതാണ്. പൊന്നു വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരുത്തൻ ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കണതാണ്. ഇവിടെ എനിക്കൊരു റോഡ് വീലറുണ്ട്, കൈസർ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കണമെന്നേ. ആ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ അവനപ്പം ഒച്ച ഉണ്ടാക്കണം. അതിന് അല്ലടാ കേൾക്കണേ, അവിടെ നോക്കിക്കണേ. ഇതേക്കാട്ടാ എന്താ അവനിങ്ങനെ ഒച്ചണായിക്കൊണ്ടിരിക്കണേ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ച. അപ്പോൾ പൊന്നെത്തട്ടെ, പൊന്നെത്തി. ഞങ്ങളുടെ കാറല്ല ഇത്, ഞങ്ങളുടെ കാറ് വേറൊരാളെ കൊണ്ടുപോയി. അപ്പോൾ അടുത്ത ആ പുള്ളിയുടെ കാറ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വിട്ടിട്ടാണ് പോയേക്കുന്നത്. ഒരു ഹായ് കൊടുക്കൂ. ലെറ്റ്സ് ഗോ. എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റും റൂംസും കൂടെ ആയിട്ടുള്ള ഇവരിവിടെയാണ് റൂം എടുത്തേച്ചത്. ബ്രൈഡ് റൂം എടുത്തേച്ചത് അവിടെ. ആദ്യം പെണ്ണിൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുക്കാനാണ് പോയച്ചത്. നല്ല സിംഗിൾ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണാണ്. കറക്റ്റ് വീടിൻ്റെ ലൊക്കേഷൻ അറിയും? ഇരുമ്പനത്താണ് പെണ്ണിൻ്റെ വീട്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു, ഓടിപ്പിടിച്ചായിരുന്നു എല്ലാം എടുത്തോണ്ടിരുന്നത് വെച്ചാൽ. ഇപ്പോൾ അതേ ചോറ്റാനിക്കൽ അമ്പലത്തിലാണ് കെട്ട്. ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. കല്യാണ പെണ്ണൊക്കെ കയറിയെന്ന് തോന്നണം, അകത്തോട്ട് അറിയാൻ പാടില്ല. ടൈം കഴിഞ്ഞു, ഓടാ. ഞങ്ങളിവിടെ ഒരുപാട് നേരത്തെ എത്തി. ഞങ്ങളിവിടെ വന്ന് നിന്നിട്ട് 2 കല്യാണം കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഞങ്ങളുടെ ടൈം ആയിട്ടില്ല. ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ഇനി ഞങ്ങൾ നേരെ ഹോളിലേക്ക് പോകണതാണ്. ഹോളിൽ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് നോക്കട്ടെ. അവിടെയും ഓടിപ്പിടുത്തമാണ്. 11:30 എന്താണ് അവിടെ കയറണത്. 11:15 അങ്ങനെ എന്താണ്ടായി. ചെക്കൻ വന്ന വണ്ടിയാണ്. ഹോളിലെത്തി. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. മാലയിടലും മോതിരം മാറ്റുക അതെല്ലാം കഴിഞ്ഞ് ഇനി ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയേക്കണേ. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഗ്രൂപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് ഗൈസ്. ആശ്വാസം. 2 മണിക്കൂറും കൂടി ഉള്ളു ഇനി. അതും കൂടി കഴിഞ്ഞാൽ തീർന്ന്. പിന്നെന്താ പരിപാടി എന്ന് അറിയാൻ പാടില്ല. നോക്കിയിട്ട് പോയാൽ ടൈം കിട്ടിയപ്പോൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കുറച്ച് ഫോട്ടോ എടുക്കണതാണ്. ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ക്യാമറ ഓഫായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം എത്രയായി? 5:41. എന്താ പറയുന്നത്, ഇവിടെ അമ്പാടിക്ക് വന്ന് ഞങ്ങൾ റൂമിലെത്തി. കുറേ പരിപാടികൾ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിലൊക്കെ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ക്യാമറയുടെ ചാർജ് തീർന്നു പോയി. ഇനി എന്താ നമ്മുടെ പരിപാടി? വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ടൈൽ സോർട്ട് ചെയ്യാനുണ്ട്. ഗൈസ് ഇവൻ്റെ വീഡിയോ പണിയാണെന്ന് അറിയാമല്ലേ. അതിൻ്റെ ടൈലൊക്കെ റെഡിയാക്കാണ്ട്. അയ്യോ വീഡിയോ പണിയാണെന്ന് പറഞ്ഞില്ലേ. ഏകദേശം ഇതിൻ്റെ വീഡിയോ പണിയാണ്. ഞങ്ങളാണ് അവിടുത്തെ പകുതി പണി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവൻ്റെ ടൈലൊക്കെ ഒന്ന് മാറ്റിയിടാണ്ട്. പിന്നെ എൻ്റെ വീട്ടിലൊന്ന് പോകണം. ഞാൻ വീട്ടിൽ പോയിട്ടില്ല, രാവിലെ ഇറങ്ങിയത്. ആ വീട്ടിലൊക്കെ ഒന്ന് ചെന്നിട്ട് കാണാൻ ഗൈസ്. അപ്പോൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പോയാൽ ഞാൻ 5 മിനിറ്റ് മതി അവിടെ നിന്ന് വീടെത്താൻ. അവിടെ നിന്ന് വീട്ടിൽ വന്ന് നല്ല ഉറങ്ങി. ഇപ്പോൾ 7:30 അറിഞ്ഞില്ല. ഞാൻ വട്ടിൽ വന്ന് വെറുതെ കിടന്നതാണ്, ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. വന്നിട്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഇനി അവൻ്റെ വീട്ടിട്ടോ, അമ്പാടിയുടെ വീട്ടിട്ടോ അവിടെ എത്തിയിട്ട് കാണാൻ കഴിയും. നമ്മൾ ഇവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി പാലച്ചോട് പോകണാണ്. ഇന്ന് രാവിലെ പോയ വർക്കിന്റെ ഫണ്ട് വാങ്ങാൻ വേണ്ടിയായിട്ട്. അവിടെ സന്ദീപേട്ടൻ വരാന്ന് പറഞ്ഞേക്കണത്. അവിടെ എത്തിയിട്ട് നോക്കട്ടെ ആളെത്തിയിട്ടുണ്ടോ ഇല്ലാന്ന്. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആള് വേറൊരു മനുഷ്യനാവെന്നാ പറഞ്ഞേക്കണത്. ചെന്ന് നോക്കട്ടെ. കല്യാണ ദിവസം ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. സന്ദീപേട്ടൻ വന്നു, പൈസ കിട്ടി, ഞങ്ങൾ റിച്ച് ആയി ഗൈസ്. ഞങ്ങളുടെ കാർ തിരിച്ചു കിട്ടി അല്ലേ പൊന്നു?
ഗൈസ് ഞങ്ങളുടെ കാറ് തിരിച്ചു കിട്ടി, വീണ്ടും ഞങ്ങളുടെ കയ്യിൽ തന്നെ. ഞങ്ങളിപ്പോ റൂമിലെത്തി. നമുക്ക് എന്തായിരുന്നു പരിപാടി? അതെ, ATM പോയി പൈസ ഇടാൻ വേണ്ടി കാർഡ് എടുക്കാൻ വേണ്ടി വന്നാണ് റൂമിലേക്ക്. ഇനി ഇനി ATM പോയി പൈസ ഇട്ടിട്ട് കാണാം ഗൈസ്. ഇതിനിടക്കാണ് ഞങ്ങളുടെ വണ്ടിയുടെ കീ മറന്നു വെച്ചാല് ഞങ്ങൾ ഓർക്കുന്നത്. ഞങ്ങളുടെ ഈ വണ്ടിയുടെ ഗൈസ് ബുള്ളറ്റിന്റെ താക്കോൽ ഞങ്ങൾ മറ്റേ കാറിന്റെ അകത്ത് വെച്ച് മറന്നുപോയി അല്ലേ? ഇവനൊക്കെ കട്ടാണ്, രാവിലെ ഒന്നും ഉറങ്ങാത്തതിന്റെ. ഗൈസ് എന്താണ് ഇനി ആ കാർ എവിടെ എത്തിയെന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് അവിടെ ചെന്ന് താക്കോല് വാങ്ങണം. അതിനു മുമ്പേ ഞങ്ങക്ക് പൈസ ഇടണം ATM പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ടാറ്റ. റോണക് ഒരു ഹായ് കൊടുക്കും എന്റെ ലോഗിൻ. ഹായ് ഹായ് ടാറ്റ ബൈ. വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം നമുക്ക്. ടാറ്റ. ഗൈസ് ഞങ്ങൾ ATM പോയി പൈസ ഇട്ടു, വണ്ടിയുടെ താക്കോലും എടുത്തു. ഇനി എന്താ പരിപാടി? ദോശ എവിടെ കിട്ടും? ദോശ അനിച്ചേട്ടന്റെ കട ഞായറാഴ്ച അടച്ചിട്ടേക്കുവാണ്. ഒന്നും മിണ്ടാനില്ല. മാഗി ഉറക്കത്തിൽ ചിരിക്കണരുത്. ഗൈസ് ഇന്ന് മാഗി കഴിച്ച് നമ്മൾ വയറിറക്കണ്ടാണല്ലേ? എന്തുകൊണ്ടാ അമ്മാമ്മയുടെ വീട് 11 അമ്മാമ്മ പറയണ്ട, അത് മതി. ഞങ്ങൾ എവിടെ എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. ടാറ്റ. എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ എല്ലാരും വീട്ടിൽ പോണാണ്. എന്നെ കൊണ്ടാക്കാൻ പൊന്നു തന്നെ കൂടെ വേറൊരുത്തന്നെ കൂടി കിട്ടിയിട്ടുണ്ട് ഇടയിൽ വെച്ച്. ഇതാണ് എസ്പോ. ഒരു ഹായ് കൊടുക്കണ്ടോ ലോഗിൻ. ഹായ് ഗൈസ്, എസ്പോ ഫ്രം മദ്രിദ് വൈറ്റില and we are going to where we are going? ഗൈസ് വേറെ ഒന്നുമല്ല, പ്ലേയേഴ്സിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ നടക്കണതിന്റെ ഇതാണ്. അവന് കാറ് കൈമാറി പൊന്നു പോവാണ്. ഗൈസ് ഞാൻ പൊന്നുവിന് വണ്ടിയും കൊടുത്ത്, അമ്പാഴിയുടെ വണ്ടി വൈലേലായിരുന്നു, അതുകൊണ്ട് തന്നെ പൊന്നു വൈലേല ഇറക്കി വിട്ടത്. എന്നിട്ട് ഞാൻ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വന്നു. ഗൈസ് നല്ല ടയേർഡാണ്, രാവിലെ തൊട്ട് ഫുള്ള് പണിയെടുത്ത് നടന്നുകൊണ്ട് നല്ല ടയേർഡായിട്ടിരിക്കണതാണ്. കിടന്നുറങ്ങണം, ഫുഡൊക്കെ കഴിച്ച് നേരെ കിടന്നുറങ്ങാനാണ് പ്ലാൻ. അതിൻ്റെ ഇടയിൽ ഇവന്മാരെല്ലാം വന്ന് വിളിച്ചോണ്ട് പോകുന്ന അറിയില്ല. കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.